അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ ഡയറിക്കുള്ളിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ ഫോട്ടോ പെട്ടെന്ന് താഴെ വീണു. അതെ, അലമാരക്കുള്ളിലും ആ പെണ്ണിൻ്റെ ഫോട്ടോയുണ്ട്. അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഹാദിയ, ഇല്ല, ഇയാളുടെ മനസ്സിൽ വേറെ ആരൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ അതാ റൂമിലേക്ക് കയറി വന്നു. ജസീർ അല്പം ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, നീ എന്തെന്നോട് പറഞ്ഞത്? നിന്നെ എന്തിനാണ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മുറിയുടെ പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ എന്ന്. എന്നിട്ടെന്താ നീ ഇങ്ങനെ? ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നീ എന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു അല്ലേ? ഹാദിയ, എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ആരും വളർന്നിട്ടില്ല. എനിക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, അത് എൻ്റേതായ ഇഷ്ടമാണ്. അതിൽ ചോദ്യം ചെയ്യുവാൻ ഒരാളും തയ്യാറായിട്ടില്ല ഇതുവരെ. പിന്നെയാണോ നീ? അതെ, അവൻ്റെ സ്വഭാവം അത്ര നല്ലതല്ലെന്ന് അവൾക്ക് വീണ്ടും ഓർമ്മ വന്നു. പക്ഷേ ഹാദിയ, എനിക്കൊരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്താണ്? നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് ദയവായി. ഞാൻ പോയിക്കോളാം എൻ്റെ വീട്ടിലേക്ക്. ഓഹോ, നിൻ്റെ വീട്ടിലേക്ക് പോകാനല്ലോ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് വേണ്ടി നീ ഒരു കുഞ്ഞിന് ജന്മം നൽകണം. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. എന്താ ജസീർ, എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനും നിങ്ങളും ഇതുവരെയായിട്ട് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ? അതെ, ആളുകൾക്ക് കാണുവാൻ വേണ്ടി മാത്രം. അല്ലാതെ. എന്താ ജസീർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദയവായി എന്നോട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമാകുന്നില്ല. അവൾ ശരിക്കും ഭയത്തോടെയാണ് അത് പറഞ്ഞത്. ഒരു ഡയറിയിൽ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഉണ്ട്. ആ പെണ്ണിനെ കുറിച്ച് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് വായിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. എന്തിന്? ഭർത്താവിൻ്റെ അരികിലേക്ക് വന്നിട്ട് മറ്റൊരു പെണ്ണിൻ്റെ ഫോട്ടോയും അവളെക്കുറിച്ച് എഴുതിയ ഡയറിയും. അയ്യേ, ഇതിനാണ് ഞാൻ വന്നത്. ഓഹ്! എന്നാൽ അവൾ ആ നിമിഷം തന്നെ പുറത്തേക്കിറങ്ങി. എന്നാൽ അതാ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് അവരുടെ വല്യമ്മ വരുന്നു. മോളെ. അവൾ തിരിഞ്ഞു നോക്കി. അതെ, സ്വയം വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടാണ് അവർ വരുന്നത്. ആ വല്യമ്മ. മോളെ, നീയും അവനും വലിയ ഒരു സുഖത്തിലല്ലെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ മുമ്പിലൊക്കെ ഓൻ അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കണം കുട്ടിയെ. എന്തായാലും മോളുടെ ജീവിതം. മോളെ, കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, കുറച്ച് കഥ പറയാനുണ്ട്. എന്ത് ഉമ്മമ്മ? അത് മോളെ, ഓന് എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടോ? ആരോടും അതുവരെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് അവനെ മനസ്സിലാക്കണേ. മോളെ, എന്തുകൊണ്ട് ദേഷ്യം കാണിക്കണം നിനക്ക് മനസ്സിലായോ? ഇല്ലമ്മ, മനസ്സിലായിട്ടില്ല. പൊന്നു മോളെ, ഇവിടെ ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നു. ആ വേലക്കാരത്തി ആമിനുമ്മക്ക് ഒരു സുന്ദരിയായ മോളുണ്ടായിരുന്നു. ആമിനുമ്മ വരുമ്പോഴൊക്കെ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. പിന്നെ ഇവിടെ നിൽക്കും. ആ പെണ്ണ് ചുരുക്കി പറഞ്ഞാൽ കളിച്ച് വളർന്നതും പെണ്ണായതൊക്കെ ഇവിടെ തന്നെയാണ്. പോകുമ്പോൾ കൊണ്ടുപോകും. പല ദിവസങ്ങളിലും ഉമ്മാൻ്റെ കൂടെ ഇവിടെ നിൽക്കും. അങ്ങനെ ഇവിടെ എന്തൊക്കെ നടന്നിക്കണ് അതൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. അതെ, ആമിനുമ്മക്ക് ഒരു മോളുണ്ടായിരുന്നു. അവൾ ആകാംക്ഷയോടെ ആ കഥ കേട്ടു. മോളെ, എൻ്റെ അമ്മായിമ്മ കേൾക്കണ്ട. എൻ്റെ അമ്മായിമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ, ഓളൊന്നും എത്രമാത്രം ഓൾക്ക് പൊന്നിട്ട് മൂടാൻ പറ്റും, എത്രമാത്രം അങ്ങനെ അഹങ്കരിച്ച് നടക്കാൻ പറ്റും, അത് ഓൾക്ക് വലിയൊരു ഇഷ്ടമാണ്. എന്തായാലും പൊന്നാര മോളെ, ആമിനുമ്മാൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ആമിനുമ്മാൻ്റെ സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു. ഓളെ പേരാണ് ഐഷു എന്ന് വിളിക്കും ഞങ്ങളൊക്കെ. ഐഷ ചെറുപ്പം മുതൽ തന്നെ ഓളെ കൂടെ വന്ന് ഇവിടെ ചിരിച്ച് കളിച്ച് വളർന്ന്. ഇവലും കൂട്ടത്തിലുണ്ടാവും. ഇവലും എൻ്റെ പുതിയാപ്പിളയും എൻ്റെ പുതിയാപ്പിളിൻ്റെ അഞ്ചനൊക്കെ ആയിട്ട് വലിയ തന്നെയായിരുന്നു ആ പെൺകുട്ടി. നല്ല തുടുതുടുപ്പുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഐഷു. ആ ഐഷുവിനെ ഇവിടെ ഇങ്ങനെ ആമിന് വരുമ്പോൾ കൊണ്ടുവന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇവര് തമ്മിലൊക്കെ വലിയ ചിരിയും കളിയും വർത്താനം ഇതൊക്കെ ആയിട്ട് ഓല് തമ്മിൽ ഇഷ്ടത്തിൽ അയക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ സംഭവിച്ചിക്കണ് നടന്നിക്കണ് അതൊന്നും എനിക്കറിയില്ല പൊന്നാര കുട്ടിയെ. അപ്പോൾ തൽക്കാലം എൻ്റെ അമ്മായിമ്മനോട് ഇതിനെപ്പറ്റി പറയണ്ട, ജസീറിനോടും പറയണ്ട. ഓനൊരു തരം ഭ്രാന്താണ്. ഓനൊരു തരം ഒരു സമനില തെറ്റിയ രീതിയിലാണ് ഓനെ. ആ കല്യാണത്തിന് നിന്നൊക്കെ എന്തോ നല്ല മട്ടത്തിന് ഒക്കെ
ആണ്. എന്തൊക്കെ തന്നെയാലും പൊന്നാര കുട്ടിയെ എന്നോട് പറയാൻ എന്താപ്പം ഞാൻ എന്നോട് പറയാം. ഈ ആമിനുമ്മാൻ്റെ മോള് ഐഷുവിനേറ്റ് ജസീറിന് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ ഇവൻ്റെ കല്യാണം ഇങ്ങനെ നടക്കുകയെന്ന് വെച്ചാൽ ഇവൻ്റെ കല്യാണം അന്വേഷിച്ചു കൊണ്ടേ നിൽക്കുകയാണ്. കല്യാണം കുറേ അന്വേഷിച്ചു കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഇവൻ പറഞ്ഞ് ഉമ്മ എനിക്ക് ഒരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. എന്ത്? അതേ മോളെ, മോളൊന്നും കരുതണ്ട. നിന്നോട് എനിക്ക് എൻ്റെ കുട്ടിയെ പഴയ രീതിയിലാക്കാൻ നല്ല പൂതിയുണ്ട്. എൻ്റെ മോനെ എന്താ ചെയ്യുക, മോൻ്റെ സ്വഭാവം ഒക്കെ ആകെ മാറിപ്പോയി. ഓന് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓന് ആർക്കോ വേണ്ടി എന്തിനോ ഒരു വാശിക്ക് വേണ്ടി ജീവിക്കുകയാണ് ഇപ്പോൾ. അല്ലാതെ ഒരിക്കലും എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല മോളെ. ഇതൊന്നും അറിയില്ല സംഭവം ശരിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കെട്ട് പിണഞ്ഞ് കിടക്കണേ ഒരു കഥ ഉണ്ട്. പിന്നെ എൻ്റെ ഉമ്മാക്ക് എൻ്റെ അമ്മായിമാക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വലിയ കുടുംബത്തിൽ നിന്ന് സുന്ദരിയായ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള. അതാണിപ്പോൾ സാധിപ്പിച്ച് ഇവിടെ കൊടുന്നത്. നല്ല പ്രൗഢിയോടുകൂടി അന്തസ്സോടു കൂടി അങ്ങനെയൊക്കെ. അതെന്തൊക്കെ തന്നെയായാലും ഓനക്കും ഇഷ്ടപ്പെട്ടും ചെയ്തു. പക്ഷേ അതിൻ്റെ മുമ്പ് ഈ കുട്ടി കുറേ പറഞ്ഞു, ഉമ്മ എനിക്ക് നിങ്ങൾ വിവാഹം ആലോചിക്കണ്ട. അതെന്താടാ? വിവാഹം ആലോചിച്ചാൽ എനിക്ക് ഇപ്പം വേണ്ടമ്മ. അത് പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ ഈ പ്രായത്തിൽ എല്ലാവരും കെട്ടിക്കണേ. ഇപ്പം നീയായിട്ടെന്താ കെട്ടുക, അങ്ങനെ നീങ്ങൂലേ എന്ന് പറഞ്ഞപ്പോഴൊന്നും ഉമ്മയോട് ഇവനത് തുറന്ന് പറഞ്ഞില്ല. എന്താടാ എനിക്ക്? ഉമ്മ ആമിനുമ്മാൻ്റെ മോള്. പറ, എൻ്റെ തൊള്ളിന്ന് എന്താ വരുന്നത് ഞാനൊന്ന് നോക്കട്ടെ. പൊന്നാര ചെക്ക, ആ വാക്കെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ നാവ് ഞാൻ മാത്രമല്ല ഓളെ ഞാൻ ഇല്ലാതാക്കാനും എനിക്ക് മടിയില്ല. ഇജെന്താ വിചാരിച്ചത്? ഉമ്മ അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നടക്ക് പെണ്ണ് കാണാൻ. എത്രയോ വലിയ വലിയ കുടുംബത്തിൽ നിന്ന് കിട്ടും. അല്ലാതെ വേലക്കാരൻ്റെ മകളൊന്ന് കെട്ടാൻ മാത്രം പുളിക്കൽ തറവാട്ടത്തെ ആരും ആയിട്ടില്ല. ചേലക്കണ്ടിക്ക് ആമിനും അവിടുത്തെ എച്ചിൽ പാത്രം കഴുകുന്ന ഓളെ മോളേണോ എനിക്കിഷ്ടം? ഉമ്മ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഐഷുവിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. എനിക്ക് ഓളില്ലാതെ കഴിയൂലമ്മ. എടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം നോക്കി ഓൻ്റെ ഉമ്മ ഒന്ന് കൊടുത്തത് അത് എൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു. എന്താടി ഈ കാണിക്കണത് കുട്ടീനെ? ഓൻ അങ്ങനെ ഒരു ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതേ തള്ളേ, ഇങ്ങക്ക് നാണക്കേടില്ല വിചാരിച്ചുകാണ്ട് എനിക്ക് നാണക്കേടുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എങ്ങനെ നാണക്കേടുണ്ടാന്? അതേ എൻ്റെ മോന് അത് ഇത്രയും വലിയ തറവാട്ടത്തെ സ്വത്തും മുതലുള്ള ഈ ഒരു തറവാട്ടത്തെ മോന് ഓന് ഇവിടുത്തെ അടുക്കളക്കാരൻ്റെ മോളെ കല്യാണം കഴിക്കുക അല്ലേ? അതൊന്നും എനിക്ക് കാണന്നെ വേണം. വെട്ടിയാൻ കൊല്ലും രണ്ടെണ്ണത്തിന് കരുതിക്കൊണ്ട്. ജസീറിൻ്റെ ഹൃദയം പിടച്ചു പോയി. പക്ഷേ അവനൊരബദ്ധം പറ്റിപ്പോയിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്ത ഒരബദ്ധം എന്തോ പറ്റിപ്പോയിരിക്കുന്നു. എന്തു ചെയ്യാൻ? ആമിനുമ്മയുടെ മകളെ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. ആപ്പിള് പോലെ സുന്ദരിയായ ആ ഒരു പെൺകുട്ടി, നല്ല സ്വഭാവം, നല്ല താഴ്മയുള്ള നല്ല പെരുമാറ്റം, എല്ലാം കൊണ്ടും അടുക്കും ഒതുക്കുള്ള പെണ്ണ്. എന്നാൽ അത്രയും വലിയ തറവാട്ടത്തെ ആ മോനെ പ്രേമിക്കാൻ മാത്രം അവൾ വളർന്നോ എന്നാണ് ജസീറിൻ്റെ ഉമ്മയുടെ സെലീനയുടെ ആ ഒരു ചോദ്യം. സെലീനയുടെ ആ ഒരു വാക്ക്. നാണമില്ലല്ലോ തള്ളേ നിങ്ങൾക്ക്? നേരെ ആമിനുമ്മയുടെ അരികിലേക്കാണ് പോയത്. എന്താ 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 നിങ്ങൾ പറയണത്? അതേ, മക്കളെ വളർത്തുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ വളർത്തണം, മനസ്സിലായല്ലോ? അല്ലാതെ തറവാട്ടിൽ പിറന്ന ചെക്കന്മാരെ പ്രേമിക്കാൻ മാത്രമൊന്നും ആരും ഇവിടെ ആയിട്ടില്ല. എന്ത് താത്തിങ്ങളീ പറയുന്നത്? അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ആമിനയോടാണ് സെലീന അത് വന്ന് പറഞ്ഞത്. എന്ത് നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. മക്കളെ നിലക്ക് നിർത്തണമെന്ന് നിൻ്റെ ഐഷു എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ, അവളും എൻ്റെ മോനുമായിട്ട് എന്താ ബന്ധം? എനിക്ക് ചിലതൊക്കെ അറിയാനുണ്ട്. പൊന്നാര താത്ത, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളെ ഞാൻ ഇനി കൊണ്ടുവരില്ല. മക്കളെ വളർത്തുമ്പോൾ നേരാവണ്ണം വളർത്തണം, അല്ലാതെ വലിയ തറവാട്ടത്തെ ചെക്കന്മാരെ പ്രേമിക്കാൻ മാത്രമൊന്നും ആമിനുമ്മാൻ്റെ മോളായിട്ടില്ല. അഥവാ അങ്ങനെ അയക്കുകയാണെങ്കിൽ തന്നെ ഓളില്ലാതാക്കാനും എനിക്കറിയായൊന്നുമില്ല. താത്ത, പൊന്നാട് താത്ത, നിങ്ങൾ എന്താ പറയണത്? നിങ്ങൾ ദയവായി, ഞാൻ എന്ത് വേണമെങ്കിലും. എന്ത് ചെയ്യാനേ? വെറും അടക്കളക്കാരിയായ നിനക്ക് എച്ചിൽ കഴുകലല്ലേ അറിയുള്ളൂ, അല്ലാതെ എന്താ മക്കളെ നോക്കണം എന്നുള്ള യാതൊരു ചിന്തയില്ലല്ലോ. നിങ്ങൾ എന്താ പറയണത്? ഞാൻ എൻ്റെ മോൾ എങ്ങനെ വെച്ചാൽ ഞാൻ ഉപദേശിച്ചോളാം. ദയവായി നിങ്ങൾ അവളെ ചീത്ത പറയരുത്. അവളെ മുന്നിലിട്ട് ഞാൻ അടിക്കാൻ, എനിക്ക് 2 അടി അടിക്കണം അവളെ. എന്താ അവൾ സാധനം? എൻ്റെ മോൻ കല്യാണത്തിന് സമ്മതിക്കണില്ല. ആ കാര്യം നിങ്ങൾക്ക് അറിയോ? ആ കാര്യം അറിയോയെന്ന് ഞാൻ ചോദിച്ചത്. അറിയോ? എൻ്റെ മോനെ കല്യാണത്തിന് സമ്മതിക്കണില്ല. ഓനക്ക് ഓളെ മതിയല്ലോ ഇവിടുത്തെ എച്ചിൽ പാത്രം കഴുകുന്ന പെണ്ണിൻ്റെ മോളെ. താത്ത പൊറുക്കണം, ഞാൻ അറിഞ്ഞിട്ടില്ല ഇതൊന്നും. എൻ്റെ മോള് എപ്പോഴാണ് അതൊക്കെ? താത്ത, അവരിങ്ങനെ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് നടക്കുമ്പോൾ നമ്മളിത് നോക്കൂലല്ലോ. ഓല് ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരല്ലേ. എൻ്റെ കുട്ടി പിച്ച നടക്കുന്ന പ്രായത്തിൽ ഞാൻ ഓളേറ്റ് ഇങ്ങോട്ട് പോന്നിക്കണ്. ഓളെ ബാപ്പ മരിച്ചതിൻ്റെ ശേഷം ഇവിടുത്തെ അടുക്കളയിൽ ജോലി ചെയ്തല്ലേ ഞാൻ എൻ്റെ കുട്ടീനെ പോറ്റിയത്. അതെ, ജസീറും സഫീറും ഒക്കെ എൻ്റെ കുട്ടീൻ്റെ കൂടെയൊക്കെ കളിച്ച് വളർന്നവരെന്നല്ലേ. ഓല് ഇക്കാക്കമാരായിരുന്നല്ലോ ഓളെ. എല്ലാത്തിനും കളിക്കാൻ ഓളെ കൂട്ടായിരുന്നല്ലോ. എന്തിനാ പക്ഷെ ഞാൻ... അതെ ആമിന, കാര്യമൊക്കെ ശരി തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പം എൻ്റെ മോൻ ഇതിൽ നിന്ന് പിന്തിരിയണില്ല. അതിൻ്റെ കാരണക്കാർ ഈയാണ്. ഈയും എൻ്റെ മോളും. എൻ്റെ മോള് എൻ്റെ മോനെ മയക്കിയെടുത്തേക്കണ്. ഇനി എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ ഇവിടുന്ന് പറഞ്ഞേക്കണം, അതേ നടക്കുള്ളൂ. പൊന്നാര താത്ത, എൻ്റെ കുട്ടീനെ ഒറ്റയ്ക്ക് എവിടേക്ക് പറഞ്ഞേക്കാനാ? എന്നാൽ അത് കേട്ടുകൊണ്ട് ജസീർ വന്നു. ഉമ്മ, ഐഷുവിനെ എങ്ങോട്ട് പറഞ്ഞേക്കുന്ന കാര്യം ഉമ്മ പറയുന്നത്? എങ്ങോട്ടെങ്കിലും ഓൾ ഒരിക്കൽ പോലും ഈ ഓളും തമ്മിൽ കാണാൻ പാടില്ല, മനസ്സിലാക്കിക്കോ. എന്നാൽ അവരുടെ ഇടയിൽ തെറ്റ് പറ്റിപ്പോയിരുന്നു. അതെ, അറിയാതെ ഐഷുവിനെ അവൻ വല്ലാതെ അങ്ങ് പ്രണയിച്ചു പോയിരുന്നു. ജസീർ അതെ നല്ലവനായിരുന്നു അവൻ ആദ്യം, പക്ഷേ ഇതിനു ശേഷം അവനൊരു ഭ്രാന്തമായ അവസ്ഥയാണ്. നല്ലവനായിരുന്നു. ആ വല്യമ്മ പറഞ്ഞ കഥ അത് അവൾ ശരിക്കും കേട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വല്യമ്മ, എന്നാ പിന്നെ? മോളെ, അതിനിടയിൽ അവർ തമ്മിൽ അങ്ങോട്ട് ഇഷ്ടത്തിലായെന്ന് തോന്നുന്നു. എന്തൊക്കെ നടന്നു അതൊന്നും എനിക്കറിയില്ല. അത്രക്കും ഇഷ്ടത്തിലെന്ന് വെച്ചാൽ ആ പെണ്ണ് മൊഞ്ചത്തി കുട്ടിയായിരുന്നു, നല്ല മോളായിരുന്നു ഐഷു എല്ലാം കൊണ്ടും. അതെ, ഒരു അടുക്കളക്കാരിൻ്റെ മകള് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പരാമർശം മാത്രമേ അവൾക്കുള്ളൂ. കണ്ട നല്ല മൊഞ്ചത്തി കുട്ടിയായിരുന്നു. ജസീർ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ഓളേന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനിടക്ക് അവർ തമ്മിൽ ഇഷ്ടത്തിലായി. അവർ തമ്മിൽ എന്തൊക്കെ സംഭവിച്ചു അറിയില്ല. അതെ, അവൾ ഗർഭിണിയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ആ ഉമ്മ, അതെ സെലീന എന്ന് പറഞ്ഞത് എൻ്റെ അമ്മായിമ്മ ഉണ്ടല്ലോ, അവളത് കേട്ടപ്പോൾ മുതൽ ഭയങ്കര ഇളക്കമായിരുന്നു. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടും ബഹളും. പക്ഷേ അവനറിഞ്ഞില്ല ജസീർ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ബാംഗ്ലൂർക്ക് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് പോയ സമയത്താണ് ഇത്. അത് 3-4 ദിവസത്തിന് വേണ്ടി അവൻ പോയപ്പോഴേക്കും ഐഷുവിനെ അവിടെ നിന്ന് കാണാതായത്. അവളുടെ ഉമ്മയെയും പറഞ്ഞയച്ചു. തിരിച്ചു വന്ന് അവൻ സന്തോഷത്തോടു കൂടി ഐഷുവിനൊരു സമ്മാനമൊക്കെ ആയിട്ട് വന്നതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ? ഐഷു വിളിച്ചു അവൻ. നീ ആരെയാടാ നോക്കുന്നത്? അത് ഞാൻ ഐഷുവിനെ. ഐഷു ഇല്ല, ആമിനയും ഇല്ല, എല്ലാവരും പറഞ്ഞു വിട്ടു. ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഉമ്മ, അത് ഞങ്ങൾ... എന്തൊക്കെയാണ് നീ എൻ്റെ മുമ്പിൽ വന്ന് പുലമ്പുന്നത്? അവൾക്ക് വേണ്ടി അവൻ കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റ് അവർ ആ നിമിഷം തന്നെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്തത്. മിണ്ടിപ്പോവരുത്. ഉമ്മ, എനിക്ക് തെറ്റുപറ്റി. എനിക്ക് തെറ്റുപറ്റിയത് തിരുത്തണമെങ്കിൽ എനിക്ക് അവളെ... ഒരക്ഷരം മിണ്ടിപ്പോവരുത്. ഇവിടെ ആമിനുമ്മയും ഇല്ല, ഐഷുവുമില്ല.
കയറി വന്നപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ആ പെൺകുട്ടിയെയും കൊണ്ട്. ഉമ്മ, എന്ത് ചെയ്യാൻ, എനിക്കങ്ങനെ അവളോടൊരു ഇഷ്ടം തോന്നിപ്പോയി. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് മറ്റൊരു വിവാഹാലോചന നടത്തുകയാണ് ഇവിടെ. അല്ലാതെ ആ വേലക്കാരിയുടെ മകള് നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരികയല്ല ഞാൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഒരു തറവാട്ടിൽ അതെ വളരെയധികം ഭംഗിയുള്ളൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ഞാൻ കണ്ടതാണ്. ആ പെൺകുട്ടിയെ നിനക്ക് വേണ്ടി ഞാൻ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നാളെ തന്നെ കാണാൻ പോകാം. ഉമ്മ, അരുത്, ഒരിക്കലും അരുത്. ദയവായി എനിക്ക് എൻ്റെ ദയവായി ഉമ്മ, നിങ്ങൾ. അവൻ പൊട്ടിക്കരയുകയായിരുന്നു. അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന അതേതായാലും ഉമ്മ പൊട്ടിച്ചു. പക്ഷെ നാളെ തന്നെ പെണ്ണ് കാണാൻ അവൻ്റെ ഹൃദയം കീറി മുറിക്കുന്ന പോലെയാണ്. ഉമ്മ, 4 ദിവസം ഞാൻ ഇവിടുന്ന് പോയപ്പോഴേക്കും നിങ്ങളെല്ലാവരും കൂടി അവരെ പറഞ്ഞയച്ചെന്തിനാ ഉമ്മ? അവൻ പൊട്ടിക്കരഞ്ഞ് ഒരു കൊച്ചുകുട്ടി പോലെ ഉമ്മയുടെ മുമ്പിൽ വന്നു നിന്നു. എന്നാൽ ഉമ്മ അവനെ ആ കാലുകൊണ്ട് ചവിട്ടുകയാണ് ചെയ്തത്. ഒന്ന് പോടാ, തറവാടിന് മാനക്കേടുണ്ടാക്കാൻ വന്ന വിഷവിത്തെ, നീ ഒന്ന് മാറിത്തരുമോ? നാളെ തന്നെ ഒരുങ്ങിക്കോ, അല്ലെങ്കിലുണ്ടല്ലോ ഈ തറവാട്ടിൽ നിന്ന് നിനക്ക് പുറത്ത് കിടക്കാം. പിന്നെ നീ ഇങ്ങോട്ട് കയറണ്ട. അങ്ങനെ എനിക്കൊരു മകനേ ഇല്ല. മനസ്സിലായല്ലോ? പൊട്ടിക്കരഞ്ഞ ആ രാത്രിയിൽ അതെ ഐഷു, അതെ അവൾക്ക് എൻ്റെ കയ്യബദ്ധം കൊണ്ട് എന്തോ പറ്റിപ്പോയി. പാവം പെണ്ണായിരുന്നു, ഞാനായിട്ട് തന്നെ. പക്ഷേ ആ ഒരു കുറ്റം അതെൻ്റെ തലയിലാണ്. ആ കുറ്റം ഏറ്റെടുക്കണമെങ്കിൽ എനിക്കവളെ സ്വീകരിക്കണം. എനിക്കവളുടെ കഴുത്തിൽ മഹർ അണിയിക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ ആ പാപം തീരുകയുള്ളൂ. അല്ലായെങ്കിൽ ആ പെണ്ണൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതെ, അവൾ ഗർഭിണിയാണെന്ന് തോന്നുന്നു. എനിക്കാകെപ്പാടെ ടെൻഷനാകുന്നു. ആ രാത്രിയിൽ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും അവൻ കിടക്കുന്നു. അതെ, തെറ്റ് പറ്റാനുള്ളത് പറ്റിക്കഴിഞ്ഞു. പക്ഷേ മാന്യമായ രീതിയിൽ അവളെ നിക്കാഹ് കഴിച്ച് മഹറണിയിച്ച് എൻ്റെ ഭാര്യയായി എനിക്ക് കൂടെ കൂട്ടണം. അതിനാണ്. പക്ഷെ ഉമ്മ സമ്മതിക്കുന്നില്ല ഒരിക്കൽ പോലും. ഉമ്മ, ഉമ്മ, അവരെവിടെ? അവൻ ഭ്രാന്തമായ സ്വരത്തിൽ ഉമ്മയുടെ വാതിലിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു. നീ ഒന്ന് പോകുന്നുണ്ടോടാ? ഉമ്മ പറയണം, അവരെങ്ങോട്ടാണ് നിങ്ങൾ ഒഴിപ്പിച്ചത്? ഉമ്മ, അവൾ എവിടെ പോയി? എൻ്റെ ഐഷു എവിടെ പോയി? നിൻ്റെ ഐഷു? നാണമില്ലല്ലോ നിനക്ക്? ഇത്രയും നാണം കെട്ട വർഗമായല്ലോ നീയേ. ഛേ, എനിക്ക് ഇങ്ങനൊരു മകനെ ഇല്ലെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ഒരു വീട്ടുവേലക്കാരിയുടെ എച്ചിൽ കഴുകുന്ന അവളുടെ മകളെ. ഉമ്മ, എന്തൊക്കെ തന്നെയാലും മനുഷ്യരല്ലേ? അവൻ്റെ ആ ഒരു വാക്കുകളിൽ കണ്ണീരിൻ്റെ നല്ല ലാഞ്ചനയുണ്ടായിരുന്നു. മനുഷ്യർ, അതെ, മനുഷ്യരും പല രീതിയിലുണ്ട്. പണക്കാരും പാവപ്പെട്ടവരും എച്ചിൽ കഴുകുന്നവരും. എന്നാൽ പാവപ്പെട്ടവരെക്കാൾ വളരെയധികം താഴ്ന്ന രീതിയിലാണ് എച്ചിൽ കഴുകുന്നവർ. അതിനെ മോളെയാണല്ലോ നീ എടുത്തത്. നാളെ തന്നെ പോകണം ഒരു പെണ്ണ് കാണാൻ നമുക്ക്. എന്താ? ഏയ് ഉമ്മ, എനിക്കാവില്ല. ഒരിക്കൽ പോലും എനിക്ക് അത് ആവില്ല. ആ നിമിഷം തന്നെ ആ ഉമ്മക്ക് എന്തൊക്കെയോ ചിന്തകൾ വരുന്നു. എൻ്റെ മകനെ അതിൽ നിന്ന് മറപ്പിക്കണം. അതെ, അല്ലെങ്കിൽ ഐഷുവിനെ തേടി പോകും. ഛേ, ഐഷു ഗർഭിണിയാണെന്നോ? എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്? എനിക്കറിയുന്നില്ല. ഛേ, വല്ലാത്തൊരു കഷ്ടമായിപ്പോയി ഇത്. എന്നിട്ട് അവന് കല്യാണം കഴിക്കാൻ പോകണം. എന്നിട്ട് വേണം ഈ തറവാട്ടുകാരെയൊക്കെ മൊത്തത്തിൽ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആകെ നാണക്കേടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ രാത്രി മുഴുവൻ അവൻ ഉറങ്ങാതെ ഐഷുവിനെ ആലോചിച്ച് കരയാണ്. ഐഷു, നീ എവിടെയാണ്? ആ രാത്രിയിൽ അവൻ വണ്ടിയെടുത്ത് അവിടെയാകെ കറങ്ങി തിരിച്ചു. പക്ഷേ എങ്ങോട്ടെന്ന് പറഞ്ഞു പോകും? എങ്ങോട്ട്? ആ പെണ്ണിൻ്റെ കയ്യിലൊരു ഫോണ് പോലും ഇല്ല. അതെ, അവരുടെ കൈകളിലൊന്നും. എങ്ങോട്ട് ഞാൻ അന്വേഷിച്ചു പോയി, എനിക്കറിയുന്നില്ല. അവൻ വീണ്ടും സങ്കടത്തോടെ ഉമ്മയുടെ വാതിലിൽ വന്ന് മുട്ടുന്നു. ഉമ്മ, പറയുമ്മ, ഐഷു എവിടെ ഉമ്മ? ഉമ്മ, ഐഷു എവിടെ? എൻ്റെ ഐഷു എവിടെ ഉമ്മ? അവൻ കരഞ്ഞുകൊണ്ട് ആ ഉമ്മയുടെ കാൽക്കൽ വീണ് കരയുമ്പോഴും ആ ഉമ്മ അവനെ ചവിട്ടി തേക്കുകയായിരുന്നു. ഒന്ന് പോടാ നാണം കെട്ടവനെ. ഇനിയെങ്ങാനും ഇതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നതനുസരിച്ച് നീ നിന്നില്ലെങ്കിൽ ഇവിടുന്ന് ഒരു അണിമണി തൂക്കം പോലും സ്വത്തോ ക്യാഷോ നിനക്ക് കിട്ടില്ല. നോക്കിക്കോ, ഇവിടെ ഞാൻ പറഞ്ഞതേ നടക്കുള്ളൂ. മനസ്സിലായല്ലോ?
പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് അവൻ പോയി. അതെ, ഒരിക്കലും ഐഷുവിനെ കണ്ടെത്താൻ എനിക്കാവുന്നില്ലല്ലോ. അവളെവിടെ? അതെ, എൻ്റെ കുഞ്ഞുണ്ട് അവളുടെ വയറ്റിൽ. എൻ്റെ കുഞ്ഞ്. അവൻ വിതുമ്പി വിതുമ്പി കരഞ്ഞു. അവൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഖം അത് ഐഷയുടേതായിരുന്നു. എന്നാൽ ഐഷ അവളെ, എൻ്റെ ഉമ്മ അവളെയും അവളുടെ ഉമ്മയെയും എങ്ങോട്ടും നാട് കടത്തിക്ക്, എന്തറിയില്ല, എവിടെയാണെന്ന് പറയുന്നില്ല. ഉമ്മയോട് ചോദിച്ചിട്ട് ഒരു നിമിഷം അവർ കിടന്ന ആ റൂം നോക്കി. അതെ, അവരുടെ സാധനങ്ങളൊന്നും തന്നെ അവിടെ കാണുന്നില്ല. അവളുടെ ആ ഒരു കണ്ണെഴുതുന്ന ആ ഒരു സുറുമ അതവൻ കണ്ടു. അവളുടെ മനോഹരമായ മിഴികളിൽ ആ സുറുമ എഴുതുമ്പോൾ എത്ര ഭംഗിയായിരിക്കും. ഐഷു, എന്തിൻ്റെ പേരിലാണ് നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ കഴിയാതെ പോയത്? എന്തിൻ്റെ പേരിലാണ്? ഞാൻ കുറച്ച് പണക്കാരനായതിൻ്റെ പേരിലോ അതോ നീ പാവപ്പെട്ടവളായതിൻ്റെ പേരിലോ? പണത്തിൻ്റെ കൊഴുപ്പ് ഇത്രമാത്രം അഹങ്കാരമുണ്ടാകും എന്ന് എനിക്കറിയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ വാതിൽ ശക്തമായ മുട്ട് കേൾക്കുന്നു. ഡാ ജസീറ, എഴുന്നേൽക്ക്. എന്താ നിനക്കെന്താ? എഴുന്നേൽക്കാനായില്ലേ? ഞാൻ പറഞ്ഞ പെണ്ണിനെ കാണാൻ പോകണം. ഞാൻ പറഞ്ഞ പെണ്ണിനെ കാണാൻ പോയിട്ട് ആ പെണ്ണിനെ പെട്ടെന്ന് കല്യാണം കഴിക്കണം. അറക്കൽ വീട്ട് തറവാട്ടിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ബ്രോക്കറോടൊരു കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്. ഉമ്മ, എന്തിനാ ഉമ്മ? അത് പറഞ്ഞാൽ പറ്റില്ല. എന്തു തന്നെയായാലും അവളാണ് നിൻ്റെ പെണ്ണാകേണ്ടി വരേണ്ടവൾ. ഉമ്മ, മിണ്ടിപ്പോകരുത്, മനസ്സിലായല്ലോ? അതെ, വല്യമ്മ പറഞ്ഞ ആ ഒരു കഥകൾ അത് കേട്ട് ആദ്യം ശരിക്കും ഞെട്ടി. അപ്പോൾ എന്നെ ഉമ്മയുടെ നിർബന്ധത്തിന് വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്നതാണല്ലേ? ഒരു നിമിഷം അവൾ ഓർത്തു, അല്ലാ, ആ ഐഷ, ആ പെണ്ണ് എവിടെയായിരിക്കും? ആ പെണ്ണിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് വെറുതെയല്ല എന്നോട് പറഞ്ഞത് നീ എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞിനെയും കൊന്നുവന്ന്. അതുതന്നെയായിരിക്കും ജസീർ പറഞ്ഞത്. ആ ഡയറിയിൽ എന്തൊക്കെയുണ്ട് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. വല്യമ്മ പറഞ്ഞ ആ ഒരു കഥ. പെട്ടെന്ന് അതാ സെലീന ഉമ്മ അങ്ങോട്ട് കടന്നു വരുന്നു. എന്താ? വല്യമ്മയും മരുമകളും കൂടി ഒരു ചർച്ച? ഒരു ചർച്ചയും ഇവിടെ വേണ്ട. ദേ അങ്ങോട്ട് പോയിക്കേ. വീൽ ചെയർ തള്ളിക്കൊണ്ട് ആ വല്യമ്മ പതുക്കെ, അതാ മോളെ, ഇവിടെ ഇടയിലൊക്കെ ജീവിക്കണമെങ്കിലേ മോള് പോയിക്കോ. എന്താടി? എന്താ ഹാദ്യ നിനക്ക്? അവൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി തുടർന്നു. ജസീർ എന്നോട് ചെയ്ത പെരുമാറ്റം അതെല്ലാം ഒരു വാശിയാണ്. അതെ, എന്തിനോ വേണ്ടിയുള്ള ഒരു വാശിക്ക് വേണ്ടിയാണ്. ഉമ്മയോടുള്ള ദേഷ്യമാണ് എന്നോട് കാണിച്ചത്. ആ ഉമ്മക്ക് ആ പെൺകുട്ടി അങ്ങ് വിവാഹം കഴിപ്പിച്ച് കൊടുത്തുകൂടായിരുന്നോ? ഒന്നുമില്ലെങ്കിൽ ആ പെണ്ണ് ഗർഭിണിയായി പോയില്ലേ? പക്ഷെ സമ്മതിച്ചില്ല. പിന്നീട് എവിടെയാണെന്നും പറഞ്ഞു കൊടുത്തില്ല. ആ ദേഷ്യവും വാശിയുമാണ് എന്നോട് കാണിക്കുന്നത്. എന്നോട് പറഞ്ഞല്ലോ, ഈ മുറിക്ക് പുറത്ത് മാത്രമാണ് നീ എൻ്റെ ഭാര്യയെന്ന്. ഇപ്പോൾ കാര്യമെല്ലാം പിടികിട്ടി. ഒരു നിമിഷം അവൾ ആലോചിച്ചു, റബ്ബേ, ആ ഐഷുവിനൊന്ന് എവിടെന്നെങ്കിലും കണ്ടു കിട്ടിയിരുന്നെങ്കിലേ. അതെ, ജസീറിൻ്റെ കൂടെ ജീവിച്ചോട്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ എനിക്കിവിടുന്ന് രക്ഷപ്പെടാമായിരുന്നു. അല്ലാതെ ഞാൻ. പക്ഷേ ചിലത് ചെയ്ത് തീർക്കാനുണ്ട്. പെട്ടെന്ന് ജസീർ റൂമിലേക്ക് വന്നു. അവൾ അവിടെ ഒതുങ്ങി നിന്നു. എന്താ ഹാദിയ, ഡയറി വായിച്ചോ? ഇല്ല. അതെന്താ? അതിൽ ഒരു ഫോട്ടോ കണ്ടോ നീയെ? ആ, അതായിരുന്നു എൻ്റെ ആയിഷ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ കൊതിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ തന്നില്ല, ആരും തന്നില്ല. എന്ത് ചെയ്തു അറിയുന്നില്ല. ഞാൻ വിവാഹം കഴിക്കാൻ വിചാരിച്ച പെണ്ണായിരുന്നു, പക്ഷെ സമ്മതിച്ചില്ല. എന്ത് ചെയ്യാൻ? അവൻ വിതുമ്പിപ്പോയി. ശരിക്കും ജസീറിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഹാദിയക്കും നല്ല സങ്കടം വന്നു. അവൾക്ക് തോന്നിപ്പോയി അവർ തമ്മിൽ ഒന്ന് ഒരുമിച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷേ എങ്ങനെ? അതിനൊരിക്കൽ പോലും അവരുടെ ഉമ്മ സമ്മതിക്കില്ല. സെലീന എന്ന് പേരുള്ള ആ അമ്മായിയമ്മ, എന്തൊരു ഗൗരവക്കാരി!
വെറുതെയല്ല എന്നെ ഫാഷൻ ഷോൻ്റെ രീതിയിൽ ഇവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞതും ആളുകളുടെ ഇടയിൽ ആ അതിനൊക്കെ വേണ്ടിയായിരുന്നു. പഴയ കാല ചിത്രം അവൻ മറക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ആയിഷ നല്ല ഭംഗിയുള്ള സുന്ദരി പെണ്ണ്, അതായിരുന്നു ആ ഡയറി മുഴുവൻ. ഒരു പക്ഷേ അതിൻ്റെ കഥകളായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. എന്തൊക്കെ തന്നെയായാലും വെറുതെയല്ല എന്നോട് ഇവൻ പറഞ്ഞത്. ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ ഞാൻ, അവളെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിനിടയ്ക്ക് ഉമ്മയോടുള്ള വാശിയും ദേഷ്യവും തീർക്കാൻ വേണ്ടിയിട്ട് അവൻ പല തെറ്റുകളിലേക്കും ചെന്ന് ചാടുകയാണെന്ന് തോന്നുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അവരുടെ വല്യമ്മ വീണ്ടും ആ ഒരു വീൽ ചെയർ തള്ളിക്കൊണ്ട് വരുന്നു. ആ വല്യമ്മയുടെ മുഖത്ത് പുഞ്ചിരി കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. വല്യമ്മ, ഞാൻ നിങ്ങളെ തള്ളിക്കൊണ്ടു പോകാം മോളെ, എന്നാ അങ്ങോട്ട് നടക്ക് ആ വടക്കേണിയിലേക്ക്. അങ്ങനെ അതാ വല്യമ്മയും അവളും പോകുന്നു. അല്ല മോളെ, നിനക്ക് ബാക്കി കഥ കൂടെ കേൾക്കണ്ടേ? വല്യമ്മ, അതെ, എൻ്റെ മോനെ ഈ നന്നാക്കി എടുക്കുമോ? എനിക്ക് നിന്നോടൊരു അപേക്ഷയാണ്. എന്തൊരു നല്ല മോനായിരുന്നു. പക്ഷെ ഓൻ്റെ ഉമ്മാൻ്റെ വാശിയും ദേഷ്യവും കൊണ്ടാണ് അതൊക്കെ. അതായത് അവൻ്റെ മാനസിക നില വരെ തെറ്റിയിട്ടുണ്ട്. അവന് പല തെറ്റുകളും ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. കുറേ സ്വത്തും സമ്പത്തും ഉണ്ട്, പക്ഷേ പല തെറ്റുകളും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ പേരക്കുട്ടിക്ക് പറ്റിയ ദുഃഖം, എൻ്റെ പേരക്കുട്ടിയുടെ ആ ഒരു അവസ്ഥയോർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഓൻ്റെ ഉമ്മയാണ് ഇതിനൊക്കെ കാരണക്കാരി. അല്ലെങ്കിലും ഇപ്പോൾ ആ പെൺകുട്ടിനെയാണ് കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്ത് വരാനാ? എന്തെങ്കിലും മനുഷ്യ സ്ത്രീ തന്നെയല്ലേ? അതെ, നമ്മളെ ജാതിയിൽ പെട്ടതുമല്ലേ? പിന്നെ ഇപ്പോൾ എന്താ ഇത്രമാത്രം ഓൾക്ക്? അതെ, ഓൾക്ക് പണമില്ല, അതെ, പാവപ്പെട്ടവരാണ് എന്നുള്ള ഇതാണ് അവൾക്ക്. കുറച്ച് തൊലിവെളുപ്പും അഹങ്കാരം എല്ലാം കൂടിയാണ്. കുറച്ച് പണം കൂടി ഉണ്ടായപ്പോൾ നിലത്തൊന്നല്ല അവൾ സമ്മതിച്ചില്ലല്ലോ എൻ്റെ കുട്ടീനെ. അതിൻ്റെ ശേഷം എൻ്റെ കുട്ടി ആകെ കേടുവന്നു, പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തു. അങ്ങനെ അതെ, അതിൻ്റെ ഇടക്കാണ് കുട്ടീനെ കാണാൻ പോണ വിവരം ഒക്കെ പറഞ്ഞത്. അതാണ് മോളെ, നിങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടീനെ നന്നാക്കി എടുത്തു തരണം. എൻ്റെ കുട്ടി ആകെ ഉമ്മാൻ്റെ ഒക്കെ മുമ്പിലോ അഭിനയിക്കണ്, പക്ഷേ എങ്കിലും ചിലപ്പോൾ ഒരു ദേഷ്യം കയറലാണ്. ഓൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ അവന് വാശിക്ക് വേണ്ടിയിട്ടാണ് മോളെ നിന്നെ കല്യാണം കഴിച്ചത്. അല്ലാതൊരിക്കൽ പോലും നിന്നെ ഭാര്യയാക്കണം എന്നുള്ള ഇതിലല്ല തോന്നുന്നുണ്ട്. അത് ഉമ്മയോടുള്ള വാശിക്ക് വേണ്ടിയിട്ട് നിന്നെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ട് നടക്കുക. പക്ഷേ മോളെ, നിങ്ങളെന്തെങ്കിലും ഇല്ലമ്മ, ഒരു ബന്ധവും ഇതുവരെ ഞങ്ങൾ തമ്മിലില്ല. സത്യമായിട്ടും അതെ, പടച്ചോനാണേ സത്യം. മോളെ ആയിക്കോട്ടെ, എന്നാൽ എൻ്റെ കഴുത്തിലോ എൻ്റെ മഹർ കേൾക്കുന്നിടത്തോളം കാലം എൻ്റെ മോൾക്ക് അവൻ ഭർത്താവ് തന്നെയാണ്. പക്ഷേ ഈ ഓനെ നന്നാക്കി എടുക്കണം. എന്തേ എൻ്റെ കുട്ടിക്കത് കഴിയൂലേ? വല്യമ്മ, ഇൻഷാ അല്ലാ ഞാനതിന് ശ്രമിക്കാം. പക്ഷേ വല്യമ്മ, അതിനു മുമ്പായിട്ട് ഐഷുവിനെ കണ്ടുപിടിക്കണ്ടേ? അവൾ എവിടെയാണെന്ന് കാണണ്ടേ? മോളെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല. പക്ഷേ ഓൻ്റെ ഉമ്മ അറിയാൻ പാടില്ല കേട്ടോ. വെച്ചക്കൂല, കൊന്നു കളയാനും മടിക്കൂല. ഓള് എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഓൻ്റെ റബ്ബേ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഹാദിയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. വെറുതെയല്ല ജസീർ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. അതെ, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും പഴയ പെണ്ണാണ്. പക്ഷേ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ല. അതിൻ്റെ പകയാണ്, വാശിയാണ്, അതൊക്കെയാണ് എന്നോട് കൂടി അവൻ തീർക്കുന്നത്. ഒരു നിമിഷം ഹാദിയ അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ മാത്രമായി നിന്നു. പഠിച്ചോനെ, ആ ഐഷുവിനെ ഒന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ അവർ സുഖമായി ജീവിച്ചോട്ടെ, ഞാനിവിടുന്ന് പോയിക്കോളാം. അവളുടെ മനസ്സ് മന്ത്രിച്ചു. പക്ഷേ കണ്ടെത്തണം, അല്ലാതെ എന്നും എനിക്ക് ഈ ഒരു പദവിയിൽ നിൽക്കേണ്ടി വരും. അതെ, എന്നെ നിക്കാഹ് കഴിച്ചു, എനിക്ക് വേണ്ടി മഹർ തന്നു. പക്ഷേ യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളില്ല. റബ്ബേ, ഐഷുവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അവൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുമായിരുന്നു. ഹാദിയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.